കടന്നു ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് നീ പ്രസവിക്കും, നീ ഗർഭിണിയാവാൻ പോകാം. അപ്പൊ ഭാര്യ ചോദിച്ചു, അത്രേ ഈ കിളവിയായ ഞാനാണോ പ്രസവിക്കാൻ പോണേന്ന്? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറഞ്ഞു, അള്ളാഹു ഒരു മകനെ കൊടുത്തു, യഹിയ നബി അലൈഹിസ്സലാം. അള്ളയാ പേരിട്ടെ. ആ മകന് പേരിട്ടത് അല്ലാഹുവാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, യഹിയ എന്ന് പേരിട്ടു. അവസാനം ചരിത്രം പറയുന്നു, ആ യഹിയ നബി അലൈഹിസ്സലാമിനെ ഒരു ദിവസം കാണാതെ വന്നപ്പോ വാപ്പ തെരഞ്ഞു നടക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരഞ്ഞു, തന്റെ മകനെ കാണുന്നില്ല. അവസാനം ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നിട്ട് ദുആ ചെയ്തു, അല്ലാ, വയസ്സാം കാലത്ത് നീ എനിക്ക് തന്നതാ, എനിക്ക് അവനെ വേണം തമ്പുരാനെ. ദുആ ചെയ്തു. തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോ ഒരു ഖബർസ്ഥാനിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. പള്ളിപ്പറമ്പിൽ നിന്നൊരു ഖബറൻകാട്ടിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ഈ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കുമ്പോ ഒരു പഴയ ഇടിഞ്ഞ ഖബറിന്റെ അകത്തിരുന്നിട്ട് ഈ മോൻ കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞത്ര മറുപടി, വാപ്പ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്താ. 11ാമത്തെ വയസ്സിൽ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് കരയുന്ന ഒരു മകൻ, ആ മകന്റെ മുന്നിൽ നിന്നിട്ട് വാപ്പ കരഞ്ഞുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മക്കളെ കിട്ടണമെങ്കിൽ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദുആ ചെയ്തിട്ടേ ജീവിതം തുടങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഞാൻ വിശദീകരിക്കുന്നില്ല, ഇന്നത്തെ ഒറ്റ രാത്രിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 3 എന്റെ പ്രിയപ്പെട്ടവരെ, നിയ്യത്ത് നന്നാക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ അമലുകളും പരിഗണിക്കുന്നത്. ഇന്ന് ഭാര്യയും ഭർത്താവും മണിയറയിലേക്ക് കയറുമ്പോൾ ആദ്യം പറയുന്നത്, അപ്പൊ എന്താ പറയാ, മക്കൾ ഇപ്പൊ ഒന്നും വേണ്ട, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ആദ്യം തന്നെ തീരുമാനിക്കണതാ. കല്യാണം കഴിഞ്ഞ് പെണ്ണും പയ്യനും കൂടെ മണിയറയിൽ കയറുമ്പോ ആദ്യം തന്നെ പറയാം, മക്കൾ ഇപ്പൊ വേണ്ട, 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അവരങ്ങ് തീരുമാനിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ഈ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടു. ഇനി എങ്ങാണം പൊട്ടന ലോട്ടറി അടിക്കണ പോലെ ഒരു കുഞ്ഞിനെ കിട്ടിയാലോ? ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെട്ടു, മക്കള് വേണ്ടാന്നുള്ള തീരുമാനമായിരുന്നു, പക്ഷെ കിട്ടി. അപ്പൊ എന്താ പറയാ, ഒരു മാസം കഴിഞ്ഞു ഭാര്യ ഗർഭിണിയാകുമ്പോ ഭർത്താവ് പറയും, എന്തായാലും ആയി പോയില്ല, ഇനിയിപ്പോ കൊല്ലാൻ പറ്റുമോ? എന്താ പറയാ, എന്തായാലും ഗർഭിണിയായിപ്പോ ഇനി കൊല്ലാൻ പറ്റുമോ? ഇല്ല, വളർത്തിക്കോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്, ആ നിയ്യത്ത് നല്ലതാണോ? ആ നിയ്യത്ത് നല്ലതാണോ? ആ മകൻ തലതിരിഞ്ഞു പോകാൻ ഈ ഒറ്റ കാരണം മതിയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നവദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, 3ാമത്തെ കാര്യം, നിങ്ങളുടെ നിയ്യത്ത് നിങ്ങൾ നന്നാക്കണം, നല്ല നിയ്യത്ത് ഉണ്ടാക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരാത്ത എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്ക്, ബാത്റൂമിൽ കയറുമ്പോ എന്തു പറഞ്ഞിട്ട് കയറണം, ഏത് കാല് വെച്ചിട്ട് കയറണം, ബാത്റൂമിന്റെ അകത്ത് പോകുമ്പോ എന്തെല്ലാം കൊണ്ടുപോകാൻ പാടില്ല, നീ മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, നീ എന്തൊക്കെ ചെയ്യണം, ഇറങ്ങുമ്പോ ഏത് കാല് വെച്ചിറങ്ങണം, എന്തു പറഞ്ഞുകൊണ്ട്, ഒന്ന് ടോയ്ലറ്റിൽ കയറിയിട്ട് ഇറങ്ങുമ്പോ ചെയ്യേണ്ട കാര്യം വരെ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കുടുംബജീവിതം നയിക്കുമ്പോ, ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുമ്പോ അതിനും ചില മര്യാദയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ഇബാദത്തിന്റെ കൂലി. വേറെ ഏതെങ്കിലും ഒരു മതം പറ്റുമോ? വേറെ ഏതെങ്കിലും, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മുഴുവനും വെള്ളം, അല്ലാഹുവേ, വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക, എങ്ങനെ നിറയാതിരിക്കും? എങ്ങനെ നിറയാതിരിക്കും? എടാ, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒരു കാര്യമാണെന്ന് മുത്തുനബി പറയുമ്പോ നമ്മുടെ സർക്കാർ പറയുന്നത്, വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ് സ്വമേധയാ ഒരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ട കേസില്ല. പിന്നെ വെള്ളപ്പൊക്കം അല്ലാതെ വേറെന്താ ഉണ്ടാവുക? നിങ്ങൾ തന്നെ പറ, പിന്നെ എങ്ങനെ വെള്ളപ്പൊക്കം അല്ലാതെ? അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക്, ശരീഅത്തിന്റെ നിയമങ്ങളിലേക്ക് കൈക്കടത്തലുകൾ നടത്തുമ്പോ ആണും വിവാഹം കഴിക്കാം, പെണ്ണും പെണ്ണിനും വിവാഹം കഴിക്കാം, ഒന്നുമില്ല നമ്മുടെ രാജ്യം. അപ്പൊ പിന്നെ പ്രകൃതി ദുരന്തങ്ങളല്ലാതെ വേറെന്താ ഉണ്ടാവും? അള്ളാഹു നമ്മുടെ നാടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് 12 മര്യാദയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മടുത്ത നിർത്താറായ? സത്യം പറഞ്ഞ എനിക്ക് നല്ല